ഹലോ ഫ്രണ്ട്സ്, നിയോ ഹോം ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം മൈക്രോ ഓർഗാനിസം ഇമ്പോർട്ടൻസ് നമുക്കറിയാം അല്ലെ? അറിയാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്ത്. ഫോ എന്ന് പറഞ്ഞാലോ എനിമി. അതായത് മൈക്രോ ഓർഗാനിസം നമുക്കൊരു സുഹൃത്താണോ അതോ നമുക്കൊരു എനിമി ആണോ? നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ധാരണ വരും. എനിമി ആണോ അതോ ഫ്രണ്ട് ആണോ എന്ന്. അപ്പം എന്താ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നമ്മൾ പോലും അറിയണില്ല, നമുക്ക് ചുറ്റും എന്തുണ്ട്? കുറെ മൈക്രോ ഓർഗാനിസംസ്. പക്ഷെ നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ജീവനുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവരെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വേണം നോക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവർ എന്ത് പറയണേ? മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോബ്സ് എന്നൊക്കെ പറയുന്നത്. നേക്കഡ് ആയി വെച്ച് നമുക്ക് ഒരിക്കലും ഇവരെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ സാധാരണ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്നതാണ് ബാക്ടീരിയ. ഇപ്പൊ മനസ്സിലായില്ല മൈക്രോ ഓർഗാനിസം എന്താന്ന്? ബാക്ടീരിയ, അതുപോലെ ഫംജൈ, പ്രോട്ടോസോവ, ആൽഗെ എന്ന് പറയും. നമ്മൾ എപ്പോഴും പറയണതാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അതുപോലെ ഫംജൈ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്തു? 2 3 ദിവസം ബ്രെഡ് പുറത്തു വെച്ച ബ്രെഡ് എന്ത് ചെയ്യും? പൂപ്പൽ പിടിക്കും. ഫംജി അറ്റാക്ക് ചെയ്യണത് അതിന്. അതുപോലെ അപ്പം ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഓർഗാനിസം നമ്മൾ പറഞ്ഞ ബാക്ടീരിയ ആയാലും ഫംജി, പ്രോട്ടോസോവ, ആൽഗെ ആയാലും എന്താ ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ കുറെ ഒരു എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്നവരാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താന്ന് പറയാം? ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പാണ് ഈ ബാക്ടീരിയ. അപ്പൊ ഈ ബാക്ടീരിയ തന്നെ എന്താ? പല ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ബാക്ടീരിയനെ എന്ത് ചെയ്തേക്കുക? പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും കോക്കസ്. കണ്ടോ? കോക്കസിന്റെ ഷേപ്പ് എന്താന്ന് നോക്കി? ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഇനി ഡിപ്ലോകോക്കി. ഡെപ്ലോകോക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പൊ ഡിപ്ലോകോക്കി എന്ന് പറഞ്ഞാൽ 2 കോക്കസ് വന്നത്, അതായത് 2 റൗണ്ട് ആയിട്ടുള്ള ഷേപ്പുള്ള ബാക്ടീരിയ ഒരുമിച്ച് തന്നെ. ആ ബാക്ടീരിയ 2 എന്നല്ല കേട്ടോ, ഒറ്റ ബാക്ടീരിയ ഷേപ്പാണത്. ഡിപ്ലോകോക്കി എന്ന് പറയും. കോക്കി എന്ന് പറയുമ്പോൾ എന്താ? ഒറ്റ ഒരു സ്പിയർ ഷേപ്പ് ഉള്ളു. ഡിപ്ലോകോക്കി എന്ന് പറയുമ്പോൾ 2 കൂടുന്ന ആ ഷേപ്പ്. ഇനി സ്പൈറല്ലി നോക്കിക്കേ, സ്പ്രിങ് പോലെ ഇരിക്കും സ്പൈറല്ലി. ഇനി സ്റ്റെഫൈലോകോക്കസ് എങ്ങനെയാ? കുറെ കോക്കസ് കൂടി ഇരിക്കണ പോലെ, ഒരു ബണ്ടിൽ പോലെ ഇരിക്കും. ഈ സ്ട്രെപ്റ്റോകോക്കസ് എങ്ങനെയാന്ന് നോക്കിക്കേ? ഒരു മാലയൊക്കെ പോലെയല്ലേ ഇരിക്കണേന്ന് നോക്കിക്കേ. ബാസില്ലി എങ്ങനെ ഇരിക്കണേ? ഒരു ഗുളികയുടെ ഒക്കെ ഷേപ്പ് അല്ലെ? ബാസില്ലി ഒരു സിലിണ്ടർ പോലത്തെ ഒരു ചെറിയൊരു ഷേപ്പാണ്. വിബ്രിയോ എങ്ങനെയാ? കോമ ഷേപ്പ് ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ബാക്ടീരിയനെ അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ കോക്കസ്, ഡിപ്ലോകോക്കി, സ്പൈറല്ലി, ബാസില്ലി, വിബ്രിയോ, സ്ട്രെപ്റ്റോകോക്കി, സ്റ്റെഫൈലോകോക്കി എന്നൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ? ഈ ബാക്ടീരിയക്ക് സിംഗിൾ സെല്ലുള്ളൂ. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാ? നമുക്ക് ഒത്തിരി സെൽസ് ഇല്ല. നമ്മുടെ ബോഡിയിൽ ഒത്തിരി സെൽസ് ഉണ്ട്. പക്ഷെ ബാക്ടീരിയക്ക് എങ്ങനെയാ? ഒറ്റ സെല്ലേ ഉള്ളൂ, സിംഗിൾ സെല്ല്. അതുപോലെ ഈ ബാക്ടീരിയ നമുക്ക് ഒത്തിരി ഹാബിറ്റായിട്ട് കാണാം. നമുക്ക് ചുറ്റും ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല, എവിടെ? ഡെസേർട്ടിൽ ബാക്ടീരിയ ഉണ്ട്. ഈവൻ ഭയങ്കര ചൂടുള്ള ഹോട്ട് സ്പ്രിങ്സിൽ ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ബാക്ടീരിയ നമുക്ക് എവിടെ? എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പം എക്സാമ്പിൾ നമ്മള് തൈര് കഴിക്കും ഇല്ലേ? നമ്മൾ കേട് കഴിക്കും. ഇപ്പൊ കേടിന്റെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്, ലാക്ടോ ബാസില്ലസ് എന്ന് പറയും. കേടിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയ നമ്മൾ എന്ത് പറയും? ലാക്ടോ ബാസില്ലസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസ് ആട്ടോ, സിംഗിൾ സെൽ, അത് യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ഫഞ്ചൈ. ഫഞ്ചൈ എങ്ങനെയാ? മൾട്ടി സെല്ലുലാർ. അത് അവരുടെ ബോഡി എങ്ങനെയാ? കുറെ സെൽസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കണേ. അതേപോലെ ഹെട്രോട്രോപിക് ഓർഗാനിസം ആയിരിക്കും. ഹെട്രോട്രോപ്പും ഓട്ടോട്രോപ്പും എന്താണെന്ന് അറിയില്ലേ? ഓട്ടോട്രോപ്പ് എന്താ? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഓട്ടോട്രോപ്പ് എന്ന് വിളിക്കും. എക്സാമ്പിൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഓട്ടോട്രോപ്സാ. എന്നാ എങ്ങനെയാ? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യില്ലാതെ ബാക്കിയുള്ളവരെ ആശ്രയിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. നമ്മൾ ഹെട്രോട്രോപ്പ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ ഹെട്രോട്രോപ്പിൽ വന്നതാ. ഈ ഫഞ്ചി അങ്ങനെ തന്നെയാ. അവരും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഡെത്ത് ആൻഡ് ഡീക്കേ ചെയ്ത ഓർഗാനിസത്തിന്റെ ഓർഗാനിക് മാറ്ററിൽ നിന്നൊക്കെയാണ് ഇവര് ഫുഡ് ഡിറൈവ് ചെയ്തെടുക്കണേ. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ഫഞ്ചിയുടെ ബോഡിയിൽ എങ്ങനെയാ? ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഇല്ല. അപ്പൊ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്ലാന്റ്സിന് എന്ത് വേണം? പ്ലാന്റ്സിന് ക്ലോറോഫിൽ ഉണ്ട്, എങ്കിലാണ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫഞ്ചിക്കാണെങ്കിൽ ക്ലോറോഫിൽ ഇല്ല. അതേപോലെ തന്നെ ഇവര് നമ്മൾ സാധാരണ ഫഞ്ചി എങ്ങനെയാ? ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒറ്റയാളായിട്ടല്ല, അവരെപ്പോഴും ഒരു കോളനി ആയിട്ടായിരിക്കും നമുക്ക് ഈ ഫഞ്ചിനെ
കാണാൻ പറ്റുന്ന ഒരു കോളനി ആയിട്ട്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് പെൻസീലിയം, അതുപോലെ അസ്പെർഗില്ലസ് എന്നൊക്കെ പറയും. ഇപ്പൊ ബ്രെഡ് മോൾഡ് കൊണ്ട് നമ്മുടെ ബ്രെഡിൽ ഉണ്ടാവണ ഫംഗസിന്റെ ഇതാ അറ്റാക്ക് ഫസ്റ്റ് കാണിച്ചേക്കുന്നത് ഗ്രീൻ കളർ, പെൻസീലിയത്തിന്റെ രണ്ടാമത് കാണിച്ചേക്കണേ, പിന്നെ അസ്പെർഗിലസിന്റെ പിക്ചർ കണ്ടോ. അപ്പൊ ഇതെല്ലാം ഫഞ്ചിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫഞ്ചി എന്താണെന്നും മൾട്ടിസെല്ലർ ഹെറ്ററോട്രോപിക് ഓർഗാനിസ് ആണ്, അവർക്ക് ക്ലോറോഫിൽ ഇല്ല, കോളനി ആയിട്ടാണ് ഇവര് കാണുന്നത്. അതിന്റെ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കണം. അടുത്തതാണ് പ്രോട്ടോസോവ എന്ന് പറയും. ഈ പ്രോട്ടോസോവ എങ്ങനെയാ, അത് യൂണിസെല്ലർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസും ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഹെട്രോ അതുപോലെ മൾട്ടി സെല്ലാർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസും ഉണ്ട്. അതായത് ഒറ്റ സെല്ല് മാത്രം ഉള്ളവരുണ്ട്, അതുപോലെ എങ്ങനെയാ ഒത്തിരി സെല്ല്, ബോഡിയിൽ ഒത്തിരി സെൽസ് ഉള്ള മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള പ്രോട്ടോസോവൻസും ഉണ്ട്. അപ്പൊ യൂണിസെല്ലാർ മൾട്ടിസെല്ലാറും ഇവരിൽ കാണാൻ പറ്റും. സാധാരണ ഈ പ്രോട്ടോസോവൻസ് നമ്മൾ വാട്ടറിൽ കാണി കെട്ടിക്കിടക്കണ വാട്ടർ ഒക്കെ ഇല്ലേ, അതേപോലെ ഈ മറ്റെന്താ കണ്ടാമിനേറ്റ് ആയിട്ട് കിടക്കുന്ന വാട്ടറിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അമീബ നമ്മള് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പം അമീബ ശ്വാസം എടുത്തപ്പം ചെന്ന് ബ്രെയിനിലെത്തി, എന്നിട്ട് ആള് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ. കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കുന്ന വാട്ടറിലൊക്കെ ഇങ്ങനെയുള്ള പ്രോട്ടോസോവൻസ് ഒത്തിരി കാണാൻ പറ്റും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് അമീബയും പാരമീഷ്യം. കണ്ടോ, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, നമ്മൾ രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കണം. ഈ അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, കണ്ടോ, ഒരു ഇറഗുലർ എന്താ നമുക്ക് പറയാം, ഒരു പ്രത്യേക അതിന്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് അമീബയ്ക്ക്. അപ്പൊ അമീബ ഫുഡ് ക്യാപ്ചർ ചെയ്യണ അതിന്റെ സ്യൂഡോപോഡിയ വെച്ചിട്ടാ, ഫാൾസ് ഫീറ്റ് എന്നൊക്കെ പറയും. അപ്പൊ അത് വെച്ച് അത് എന്ത് ചെയ്യും, എൻഗൾഫ് ചെയ്ത് ഫുഡിനെ ക്യാപ്ചർ ചെയ്ത് ഫുഡ് വാക്യൂളിൽ ചെല്ലും. ശേഷം ബാക്കിയുള്ള വേസ്റ്റ് എന്ത് ചെയ്യും, ബോഡി സർഫസ് വഴി പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുവാണ് ചെയ്യണത്. ഷേപ്പ് ഒന്നുമില്ല. പക്ഷെ പാരമീഷ്യത്തിന് ഷേപ്പ് ഉണ്ടല്ലേ. എന്ത് ഷേപ്പാ, നമ്മുടെയൊക്കെ ഒരു ഫീറ്റിന്റെ ഷേപ്പ് പോലെയുണ്ട് പാരമീഷ്യത്തിന്. അടുത്ത് നോക്കിക്കേ, അടുത്തതാണ് ആൽഗെ. ആൽഗെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും അല്ലെ. പാഴി എന്ന് പറയും ആൽഗെ. നമ്മൾ അറിയാം, നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ മുറ്റമൊക്കെ പാഴി പിടിച്ചു, അല്ലെങ്കിൽ മതില് പാഴി പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആൽഗെ, ആൽഗെ ശരിക്കും എങ്ങനെയാ, ഒരു പ്ലാന്റ്, അവർക്ക് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യാൻ പറ്റും, ക്ലോറോഫിലിന്റെ പിഗ്മെന്റും ഉണ്ട്, ഓട്ടോട്രോപിക് ആയിട്ടുള്ള ഓർഗാനിസ് ആണ്. ഇവരും എങ്ങനെയൊക്കെ ഉണ്ട്, യൂണിസെല്ലാർ ആയിട്ടുള്ളവരും ഉണ്ട് ഇവരില്, അതേപോലെ തന്നെ മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ആൽഗെ ഉണ്ട്. അപ്പൊ ആൽക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്തായിരിക്കും, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് ക്ലാർമൈഡോമോണാസും അതുപോലെ സ്പൈറോഗ്യാറ. സ്പൈറോഗ്യാറ ക്ലാർമൈഡോമോണാസിന്റെ ഇമേജ് ഉണ്ടോ, സ്പൈറോഗ്യാറ ഉണ്ടോ. അപ്പൊ 2 എക്സാമ്പിള് പഠിച്ചു വെക്കണം. ഇതുപോലെ പെക്യുലാരിറ്റി പഠിക്കണം. യൂണിസെല്ലാർ ആയിട്ടുള്ളവരും മൾട്ടിസെല്ലാർ ആയിട്ടുള്ളവരും ഉണ്ടെന്ന് പഠിക്കണം. ഇത് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ഇവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ഇവർ ഓട്ടോട്രോപിക് ആണ്. എക്സാമ്പിൾ ക്ലാർമൈഡോമോണാസും സ്പൈറോഗ്യാറും. അടുത്ത് നമുക്കറിയാം ഈ ക്ലാർമൈഡോമോണാസ് സ്പൈറോഗ്യാറ പ്രത്യേകത നോക്കി. ക്ലാർമൈഡോമോണാസ് എങ്ങനെയാ, ഒറ്റ സെല്ലുള്ളൂ. ആ പടത്തിൽ നമ്മൾ കണ്ടില്ലേ, നോക്കി ഒറ്റ സെല്ലുള്ളവരുടെ ബോഡിയിൽ. പിന്നെ എങ്ങനെയാ, സാധാരണ ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും ഒക്കെ ഇവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരുടെ ബോഡിയിൽ ഒരു ചെറിയ ഐസ് സ്പോട്ട് ഉണ്ട്. ആ ഐസ് സ്പോട്ട് ഉള്ളത് കൊണ്ട് ഇവരെങ്ങനെയാ, ലൈറ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഐസ് സ്പോട്ട് ഉള്ളതുകൊണ്ട്. ഇവര് സാധാരണ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കാറുണ്ട്. അപ്പൊ എസെക്ഷലി ഇവരെങ്ങനെ റിപ്രൊഡ്യൂസ് ചെയ്യണേ, സൂസ്പോർസ് അല്ലെങ്കിൽ സ്പോർ വെച്ചിട്ടാ റീപ്രൊഡ്യൂസ് ചെയ്യണേ. എന്നാൽ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യണേ ഒന്നെങ്കിൽ ഐസോഗ്യാമി, അനൈസോഗ്യാമി, ഊഗ്യാമി, ഈ മെത്തേഡിൽ കൂടിയാ. ഇതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് ഈ മെത്തേഡിൽ കൂടി അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ടെസ്റ്റിൽ ഇല്ല, ഇതൊന്നും എക്സ്ട്രാ ഉള്ള കാര്യമാണ് ഈ പറയണേ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ മോളിക്കുലർ ബയോളജിയിലെ ഒരു മോഡൽ ഓർഗാനിസ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പല ലാബിലും പല എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് റാറ്റ് ഉപയോഗിക്കില്ലേ ഒരു മോഡൽ ഓർഗാനിസ് ആയിട്ട്. അതേപോലെ മോളിക്കുലർ ബയോളജിയിൽ ഒരു മോഡൽ ഓർഗാനിസ് ആയിട്ട് കുറെ പഠനങ്ങൾക്ക് നമ്മൾ ക്ലാമൈഡോമോണാസിനെ ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് ഏതിനെ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കണേ, ക്ലാമൈഡോമോണാസ് റെൻഹാർട്ടി എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്കൊരു ഐസ് സ്പോട്ട് ഉണ്ട്, ഫോട്ടോ സെൻസിറ്റിവിറ്റി ആണ്, പിന്നെ ഇവര് എസെഷനും സെക്ഷനും മോഡ് ഓഫ് റീപ്രൊഡക്ഷൻസ് ഒക്കെ കാണിക്കും. അതേപോലെ ഒരു മോഡൽ ഓർഗാനിസ് ആണ്. അത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കും. ഇനി അടുത്തത് സ്പൈറോഗ്യാറ. സ്പൈറോഗ്യാറയുടെ ആ ഇമേജ് കണ്ടപ്പോൾ നോക്കിയേ, കുറെ സെൽസ് ഉണ്ടല്ലേ, ഒരു മൾട്ടി സെല്ലുലാറ. ഇവർ നമുക്ക് ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവർക്ക് എങ്ങനെയാന്ന് നോക്കിയത്, ഹെലിക്കൽ ഓർ സ്പൈറൽ അറേഞ്ച്മെന്റ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് അറേഞ്ച് ചെയ്തേക്കണുണ്ട്, എങ്ങനെയാ ഒരു ഹെലിക്സ് പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കണ്ട, DNA ഒക്കെ ഒരു തരം ഹെലിക്കൽ സ്ട്രക്ചർ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ ഈ സ്പൈറോഗ്യാറിൽ തന്നെ ഏകദേശം 400 സ്പീഷീസ് ഉണ്ട് കേട്ടോ. ഒരു ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ സ്പൈറോഗ്യാറ. അവർക്ക് തന്നെ കുറെ സ്പീഷീസുകളുണ്ട്. ആ ജീനസ് സ്പൈറോഗൈറ എന്ന് പറഞ്ഞ ജീനസിൽ തന്നെ ഒരു 400ഓളം സ്പീഷീസ് ഉണ്ട്. ഓക്കെ,
ഇതാണ് നമ്മുടെ ആൽഗെ. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് വൈറസ്. വൈറസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴാ കേട്ടെ? ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് വർഷം മുമ്പ് നമ്മൾ കുറെ കേട്ടു, കൊറോണ വന്നപ്പോ അല്ലെ. അപ്പൊ ഈ വൈറസ് എങ്ങനെയാ? വൈറസിന് അങ്ങനെ അതിന്റെ സ്വഭാവം ഒന്നും അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വൈറസ്. ഇത് മൈക്രോസ്കോപ്പിൽ കാണാം. നമുക്ക് കണ്ണും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വൈറസിനെ കാണാനൊന്നും പറ്റില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ തന്നെ നോക്കണം വൈറസും. പക്ഷെ ഈ വൈറസ് എങ്ങനെയാണെന്നറിയോ? ഒരു സെല്ലിന്റെ പുറമെ ഉള്ളപ്പോ ഇത് ഇന്നാക്റ്റീവ്, അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അത് നമ്മുടെ ബോഡിയുടെ ഉള്ളില് അല്ലെങ്കിൽ വേറെ ഓർഗാൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് ഇവർ എന്ത് ചെയ്യുള്ളൂ? ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഒരു സെല്ലിന്റെ പുറത്ത് ഇവർക്ക് എന്താ റീപ്രൊഡ്യൂസ് ചെയ്യാനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ കിടന്നാൽ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് മൈക്രോസ്കോപ്പിക് ആണ്, ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവര്. ഇവർക്ക് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ എന്താ ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഇവർക്ക് ഒരു ഹോസ്റ്റിന്റെ സഹായം വേണം. പോളിയോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് എന്നൊക്കെ പറയും. ഇപ്പൊ വൈറസിന്റെ ഇപ്പൊ കൊറോണ വൈറസിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ വൈറസിന്റെ സ്ട്രക്ചർ നോക്കിക്കേ. അതിന് ചുറ്റും പ്രോട്ടീൻ കോട്ടിംഗ് ഒക്കെ ഉണ്ട്, കണ്ടോ? കുറെ പ്രോട്ടീൻ ഒക്കെ ഉണ്ട് വൈറസിന് ചുറ്റും. വൈറസിന് ജനറ്റിക് മെറ്റീരിയലും ഉണ്ട് കേട്ടോ. DNA ഉള്ള വൈറസും DNA വൈറസും, RNA ഉള്ളവർ നമ്മൾ RNA വൈറസ് എന്നൊക്കെ വിളിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തേ? വൈറസിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ ആൽഗിനെ പറ്റി പറഞ്ഞപ്പോ ക്ലാമിഡോമോണാസിസ് പൈറോഗ്യാറയും പറഞ്ഞു. അവർ യൂണിസെല്ലാർ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലാർ ആയിട്ടുള്ള ഓട്ടോട്രോപിക് ഓർഗാനിസംസ് ആണ് നമ്മൾ പറഞ്ഞു. കാരണം അവർക്ക് ക്ലോറോഫില്ലുണ്ട്. ക്ലോറോഫില്ലുണ്ട്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ? പ്രോട്ടോസോവൻസിനെ പറഞ്ഞു എന്താണ്. പിന്നെ അതിന് 2 എക്സാമ്പിൾ പറഞ്ഞു. പഞ്ചി പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ ബാക്ടീരിയനെ പറ്റി പറഞ്ഞു, ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മൈക്രോ ഓർഗാനിസത്തിന്റെ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ എന്നൊരു കാര്യം ചോദിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നിങ്ങള് ഈ ഒരു കാര്യം, അതായത് ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ആൻസർ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ഏതാന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഡാഷ് ഇസ് ദ സ്റ്റഡി ഓഫ് ഫഞ്ചൈ. ഫഞ്ചൈനെ കുറിച്ചുള്ള പഠനം. ആ ഫഞ്ചിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്താ പേര് പറയാ? ഞാൻ ഒരു 2 മിനിറ്റ് തരാം, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതിനുശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക. പറ്റുണ്ടോ നോക്കി. അപ്പം ഇന്നുണ്ടല്ലോ നമുക്ക് രാത്രി 8 മണി തൊട്ട് നമ്മുടെ ലൈവ് സെക്ഷൻ ഉണ്ട്. അപ്പം അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എന്നിട്ട് മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇപ്പൊ എക്സാം ഒക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സമയം നിങ്ങൾ പഠിക്കുക, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.